Good afternoon. Okay, നമ്മള് നാബിന്റെ സ്റ്റാൻഡേർഡ്സ് വരെയല്ല അതിന് മുൻപ് വരെയല്ല എടുത്തു നിർത്തിയത് അല്ലെ? ഇനി നാബ് സ്റ്റാൻഡേർഡ്സ് അല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നാബിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നാബുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളാണ് പറയുന്നത്. അത് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും രണ്ടാമത്തത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. ഓർഗനൈസേഷൻ സെന്റേർഡ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മുടെ 10 ചാപ്റ്റർ ഉണ്ട് കേട്ടോ. അതിലെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അപ്പൊ ആ ഒരു രോഗി ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അതിലേക്കുള്ള പ്രവേശനം, അതിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ, അതുപോലെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, അതിന്റെ തുടർച്ച, ആ ഒരു പരിചരണത്തിന്റെ തുടർച്ച, അത്തരം കാര്യങ്ങളാണ് ഈ AACയിൽ വരുന്നത്. അതായത് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് അതിന്റെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഏതൊക്കെ വരുന്നു, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ ഏതൊക്കെ വരുന്നു, അതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെങ്കിൽ AAC എന്ന് പറഞ്ഞാൽ ആ ഒരു കെയറിലേക്കുള്ള ആ ഒരു പ്രവേശനം, അവിടുത്തെ വിലയിരുത്തൽ, ആ ഒരു തുടർ പരിചരണം, അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. Then കെയർ ഓഫ് പേഷ്യന്റ്, അതാണ് COP കേട്ടോ. പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കെയർ ഓഫ് പേഷ്യന്റ് അല്ലെങ്കിൽ COP വരിക. Then മൂന്നാമത്തത് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, അതായത് MOM. ഇതാണ് നമ്മുടെ മരുന്നുകളുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ്. അതാണ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ. Then നെക്സ്റ്റ് വൺ ആണ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. പേഷ്യൻസിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് ആവശ്യമായ എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ നൽകുക. അതാണ് PRE അല്ലെങ്കിൽ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ അഞ്ചാമത്തതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. അപ്പൊ ഈ 5 കാര്യങ്ങളും പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, AAC, അതുപോലെ കെയർ ഓഫ് പേഷ്യന്റ്, COP, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ, PRE, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, HIC. ഈ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നതാണ്. ഇനി അടുത്തതാണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. ആ ഓർഗനൈസേഷനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അതായത് PSQ. പേഷ്യൻസിന്റെ സുരക്ഷയും അതുപോലെ അവിടുത്തെ ക്വാളിറ്റി ഗുണനിലവാരത്തിന്റെയും ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലാണ് PSQ എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ROM അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് പറയുന്നത്. ദെൻ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി ആണ് അടുത്തത്. പിന്നെ അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM ആണ് നെക്സ്റ്റ് വൺ. അതുപോലെ തന്നെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, അതാണ് IMS ആണ് എന്ത് അടുത്തതായിട്ട്. അപ്പൊ അങ്ങനെ 5 എണ്ണമാണ് ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്, ROM, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, FMS, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, IMS. ഇത്രയും 10 എണ്ണം നമ്മൾ പഠിച്ചു. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലും 5 എണ്ണം വീതം പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ 10 കേട്ടോ. അപ്പൊ ആ ഒരു 10 എണ്ണവും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെയാണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നത്, ഏതൊക്കെയാണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കണം കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്.
ഓക്കെ, ചോദിക്കാനുള്ള ഭാഗമാണ്. നെക്സ്റ്റ് വൺ, നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. നാബുമായി ബന്ധപ്പെട്ട ഒരു അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അവിടുത്തെ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്യുമെന്റേഷന് വേണ്ടത്? ഫസ്റ്റ് വൺ ആണ് മാനുവൽ. ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട മാനുവലുകൾ ഉണ്ടായിരിക്കണം. Those 3 manuals must be assessed and revised every year. ഹോസ്പിറ്റലാണ് അവിടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട്, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു മാനുവലുകൾ തയ്യാറാക്കേണ്ടത്. ഈ 3 മാനുവലുകളും ഓരോ 4 വർഷം കൂടുമ്പോഴും അത് എന്ത് ചെയ്യുന്നുണ്ട്, റിവൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതുക്കുകയും വേണം. അപ്പൊ ആ ഒരു ക്വാളിറ്റി, സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മാനുവലുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ രണ്ടാമത്തതാണ് കമ്മിറ്റികൾ. വിവിധ കമ്മിറ്റികൾ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ ആണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ക്വാളിറ്റിയും സേഫ്റ്റിയും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഫാർമസി പരമായിട്ടും ചികിത്സാപരമായിട്ടുമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു കമ്മിറ്റി വേണം. കോഡ് ബ്ലൂ കമ്മിറ്റി. എന്താണ് കോഡ് ബ്ലൂ? കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനും ലൈഫ് ത്രെറ്റനിങ് എമർജൻസി സിറ്റുവേഷൻ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി വേണം. അതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റി വേണം. മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി വേണം. ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, ഡിസിപ്ലിനും അതുപോലെ തന്നെ പരാതികളും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി വേണം. ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി, ആന്തരികമായിട്ടുള്ള അവരുടെ കംപ്ലൈന്റുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന്, പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കമ്മിറ്റികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ റിപ്പോർട്ടുകളും കാര്യങ്ങളും റെക്കോർഡുകളും ഒക്കെ കൃത്യമായിട്ട് പരിശോധനകൾ നടത്തുക. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, അതുപോലെ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, കോഡ് ബ്ലൂ കമ്മിറ്റി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഇവിടെ വരെ ക്ലിയർ അല്ലേ? അപ്പൊ ഒരു നാബിന്റെ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട ആവശ്യകതകളാണ് പറയുന്നത്. മാനുവൽസ് വേണം, ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടും ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടും മാനുവലുകൾ ഉണ്ടായിരിക്കണം. അത് ഹോസ്പിറ്റലാണ് തയ്യാറാക്കേണ്ടത്. അത് ഓരോ 4 വർഷം കൂടുമ്പോഴും അത് റിവൈസ് ചെയ്യുന്നുണ്ട്. കമ്മിറ്റീസ് എന്ന് പറയുമ്പോൾ അതില് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി വരുന്നുണ്ട്, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി വരുന്നുണ്ട്, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി വരുന്നുണ്ട്, കോഡ് ബ്ലൂ കമ്മിറ്റി വരുന്നുണ്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി വരുന്നുണ്ട്, മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി വരുന്നുണ്ട്, ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി വരുന്നുണ്ട്, ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിയും വരുന്നുണ്ട്. ക്ലിയർ അല്ലേ ഇവിടെ വരെ? ഓക്കെ ആണോ? നെക്സ്റ്റ് ഇനി വേറൊരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. മിസ് ചോദിക്കുന്നത് ക്ലിയർ അല്ലേ അവിടെ വരെ? ആ കമ്മിറ്റി ഏതൊക്കെ കമ്മിറ്റി വേണമെന്ന് മാത്രം പഠിച്ചാൽ മതി, എന്തിനു വേണ്ടിയിട്ടൊന്നൊന്നുമില്ല ചോദിക്കില്ല കേട്ടാ. ഓക്കെ, ഇനി നമ്മള് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിലേക്ക് കടക്കാണ്. അതായത് അവിടുത്തെ പ്രകടനങ്ങളെ വിലയിരുത്താൻ ആ ഹോസ്പിറ്റലിലെ ഓരോ ഏരിയാസിലെയും ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള പെർഫോമൻസ് ആണോ കാഴ്ചവെക്കുന്നത് എന്ന് വിലയിരുത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മുടെ താഴെ പറയുന്ന ഒരു 32 എണ്ണം നമുക്ക് നാബ് നിർബന്ധമാക്കി പറയുന്ന ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ പേര് മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾ ഫോർമുലാസും കൂടി പഠിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് അതിന്റെ കൂടെ അതിന്റെ ഓരോന്നിന്റെയും ഫോർമുല 32 ഫോർമുലാസ് കൂടി പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും.
ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ നാബ് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യന്റ്. ഇൻഡോർ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇൻപേഷ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇൻപേഷ്യൻസിന്റെ ഇനിഷ്യൽ അസസ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടക്കാനായിട്ട് എടുക്കുന്ന സമയം, അതാണ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലെ വാർഡിലോ അല്ലെങ്കിൽ ബെഡിലോ ഒക്കെ എത്തിയ സമയം മുതൽ എപ്പോഴാണോ ഒരു ഡോക്ടർ അവർക്ക് എത്തി അവർക്ക് ആവശ്യമായ പ്രാഥമിക മൂല്യനിർണ്ണയം പൂർത്തിയാക്കുന്നത്, അത്രയും വരെ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മളൊരു വാർഡിലോ അല്ലെങ്കിൽ ഒരു ബെഡിലോ എത്തി, ഇൻഡോർ പേഷ്യൻസ് അല്ലെങ്കിൽ ഇൻപേഷ്യൻസ് ആണല്ലോ, അപ്പൊ അവർ വാർഡിലോ അല്ലെങ്കിൽ ബെഡിലോ എത്തിക്കഴിഞ്ഞ ആ സമയം മുതൽ അവർക്ക് എത്ര സമയം എടുത്താണ് ഒരു ഡോക്ടർ പ്രാഥമിക മൂല്യനിർണ്ണയങ്ങൾ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം പൂർത്തിയാക്കുന്നത് അല്ലെങ്കിൽ അവർ ഇനിഷ്യൽ അസസ്മെന്റ് പൂർത്തിയാക്കുന്നത്, അതുവരെ എടുത്ത സമയത്തെയാണ് നമ്മൾ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് സമയം ശരിക്കും എടുക്കാൻ പാടില്ല. അധികം വളരെ ബുദ്ധിമുട്ടിക്കാതെ എളുപ്പത്തിൽ അവര് പ്രാഥമിക മൂല്യനിർണ്ണയങ്ങൾ നടത്തി അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരുപാട് ഇത് വെച്ച് നമ്മളൊരു ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് സമയം അതിനു വേണ്ടി എടുത്തു എന്നാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ കൃത്യമായ രീതിയിലുള്ള ക്വാളിറ്റിയും സ്റ്റാൻഡേർഡ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് ഒരു പ്രാഥമിക മൂല്യനിർണ്ണയങ്ങൾ നടത്താൻ ഒരു ഡോക്ടർ ഒരുപാട് സമയം ഒന്നും എടുക്കരുത്. അപ്പൊ ഇവിടെ ആ ഒരു ഇനിഷ്യൽ ടൈം നമ്മൾ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ആ ഫോർമുലയും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫോർമുല പഠിക്കാൻ മാത്രമേ ഉള്ളൂ, കാൽക്കുലേഷൻസ് ഒന്നും വരാറില്ലേ. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരുപാട് സമയം ആ ഒരു ഇനിഷ്യൽ അസസ്മെന്റിന് വേണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഓരോ ഏരിയാസിനെ ബേസ് ചെയ്തും നമ്മൾ ഇതുപോലെയുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് അത് മെഷർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ക്ലിയർ ആയോ? ഓക്കെ. സെക്കൻഡ് വൺ ആണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഒരു ഡിസ്ചാർജിന് വേണ്ടിയിട്ട് എത്രത്തോളം സമയം എടുക്കും? അതായത് ഡോക്ടർ ഡിസ്ചാർജ് എഴുതി എങ്കിൽ പോലും നമ്മുടെ ഹോസ്പിറ്റലിൽ ചില ഹോസ്പിറ്റൽ അങ്ങനെയല്ലേ, ഡിസ്ചാർജ് എഴുതിയാൽ പോലും രാവിലെ ഡിസ്ചാർജ് ചെയ്ത് പോയതായിരിക്കും, വൈകിട്ടായിരിക്കും നമ്മൾ അവിടെ നിന്ന് പോരുന്നത് അല്ലെ. ബില്ലൊക്കെ പേ ചെയ്ത് വൈകിട്ടായിരിക്കും ചിലപ്പോൾ. അപ്പൊ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. സോ അതറിയുന്നൊന്നും സമയം എടുക്കേണ്ട കാര്യമില്ല. പേഷ്യൻസിനെ അധികം ബുദ്ധിമുട്ടിക്കാതെ എളുപ്പത്തിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതെ, ഒരു ദിവസമൊക്കെ എടുക്കും. അപ്പൊ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് പേഷ്യന്റ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അതിന് അപ്രൂവൽ കൊടുത്തു എങ്കിൽ പോലും ഡിസ്ചാർജ് നടന്നിട്ട് പോലും അവിടെ നിന്ന് എല്ലാം കാര്യങ്ങളൊക്കെ പേയ്മെന്റ് ഒക്കെ ചെയ്ത് തിരികെ ഇവിടെ എത്താനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരാനായിട്ട് എത്ര സമയം എടുത്തു അത് കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ അപ്പൊ ഓരോ സെക്ഷനുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് അത് മെഷർ ചെയ്യാണ് കേട്ടോ. അപ്പൊ അവിടെ ഇങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, പെർഫോമൻസ് നല്ല രീതിയിൽ ആ ഒരു രീതിയിൽ കാഴ്ചവെക്കുന്നുണ്ടോ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത് ഇൻസിഡന്റ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. എന്താണ് പ്രഷർ അൾസേഴ്സ് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ കേട്ടോ? പ്രഷർ അൾസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. ഈ ബെഡ് അൾസേഴ്സ് എന്ന് പറയാറുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ വീട്ടിലൊക്കെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ പുറം ഇങ്ങനെ കിടന്ന് പൊട്ടും, കണ്ടിട്ടുണ്ടോ? അതാണ് ഈ പ്രഷർ അൾസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അവർ ആ ഒരു ബാക്ക് സൈഡ് വെച്ച് കിടന്ന് കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ പുറം എന്ത് ചെയ്യും? പൊട്ടാൻ തുടങ്ങും ഇല്ലേ? അതിനെയാണ് ആ ബെഡ് സോർ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രഷർ അൾസർ ഈ പറഞ്ഞ ബെഡ് സോർ എന്ന് പറയാം. അപ്പൊ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആ ഒരു പേര് ആണ് സാധാരണ ബെഡ് സോർ എന്നൊക്കെയാണ് യൂസ് ചെയ്യാറ്. പ്രഷർ അൾസേഴ്സ് നമ്മൾ മെഡിക്കൽ ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന ടേം ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ എത്ര പേഷ്യൻസിന് ആ ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം എത്ര പേഷ്യൻസിന് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോറുകൾ വന്നിട്ടുണ്ട് എന്നതിന്റെ അത്തരത്തിലുള്ള സംഭവങ്ങളുടെ എണ്ണമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിഷൻ എടുത്തു, അവിടെ സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന പേഷ്യൻസ് ആണ്. അപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പുണ്ടായ കേസ് അല്ല നമ്മൾ പറയുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം എത്ര പേർക്ക് ഇത്തരത്തിലുള്ള പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോറുകൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളുടെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. മനസ്സിലായോ? അതുപോലെ തന്നെ അടുത്തതാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട് എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ വന്നിട്ടുണ്ട്, അതാണ് നോക്കുന്നത്. ഇപ്പൊ 1000 ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്യും, അതിൽ എത്ര എണ്ണത്തിൽ എറേഴ്സ് വന്നിട്ടുണ്ട്, എത്ര നമ്പർ ഓഫ് റിപ്പോർട്ടുകളിൽ എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ വന്നിട്ടുണ്ട്, അത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആ ഒരു രീതിയെ പെർഫോം ചെയ്യുന്നുണ്ടോ, അവരുടെ പ്രകടനം എത്രത്തോളമാണ്, ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എല്ലാ സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിലൂടെയും മനസ്സിലാക്കുന്നത്. ഓരോ ഏരിയ വെച്ചിട്ടാണെന്ന് മാത്രം കേട്ടോ. അടുത്തത് നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മോക്ക് ഡ്രിൽസ് കാണാറില്ലേ? മോക്ക് ഡ്രിൽസ് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഫയറുമായി ബന്ധപ്പെട്ടൊക്കെ മോക്ക് ഡ്രിൽസ് കണ്ടിട്ടില്ലേ? എമർജൻസി സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെ നമുക്ക് കാണിക്കാറുണ്ട് മോക്ക് ഡ്രിൽസുകൾ അല്ലെ. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വീഡിയോസിലൂടെ ഒക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഒരു ഫയർ വന്നാൽ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള മോക്ക് ഡ്രില്ലുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. സോ അത്തരത്തില് മോക്ക് ഡ്രില്ലുകളിൽ എന്തൊക്കെ വേരിയേഷൻസ് ആണ്, ഒരുപാട് മോക്ക് ഡ്രിൽസ് കാണിച്ചിട്ടുണ്ടാവും, അതിൽ എന്തൊക്കെ വേരിയേഷൻസ് ആണ്, എത്ര നമ്പർ ഓഫ് വേരിയേഷൻസ് ആണ് അതിൽ ഒബ്സർവ് ചെയ്തത്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ percentage of adherence to safety precaution by staff working in diagnosis. രോഗനിർണയം നടത്തുന്ന മേഖലകൾ, ഡയഗ്നോസ്റ്റിക് പർപ്പസിൽ പ്രവർത്തിക്കുന്ന ഏരിയാസിലെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, അവര് ജീവനക്കാര് എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ്, സുരക്ഷാ മുൻകരുതൽ പാലിക്കുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ്. അതുപോലെ പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്. അതുപോലെ തന്നെ ഇപ്പൊ മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമ്മൾ അബ്രീവിയേറ്റഡ് ഫോമിൽ എഴുതാറുണ്ട് മെഡിസിൻസ്. അപ്പൊ അങ്ങനെ അബ്രീവിയേറ്റഡ് ഫോമിൽ എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു മെഡിസിൻ ചാർട്ടുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പിശകുകളാണ്, അബ്രീവിയേഷനുമായി ബന്ധപ്പെട്ട് പിശകുകളുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ പെർസെന്റേജ് എത്രയാണ്. അതുപോലെ പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻസ്. ചില ആളുകൾക്ക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻസ് നടക്കാറുണ്ട് ഇല്ലേ? അലർജി, മറ്റേ റിയാക്ഷൻസ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാവാറുണ്ട് ഇല്ലേ? ഉണ്ടോ? ചില ആളുകൾക്ക് ഉണ്ടാവാറില്ലേ അങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ് നടന്നിട്ട്? അലർജിയോ അല്ലെങ്കിൽ എന്താണ് ശ്വാസം മുട്ടോ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അത്തരത്തില് എത്ര പേർക്കാണ് അങ്ങനെ അൺഫേവറബിൾ ആയിട്ട് ഡ്രഗ് റിയാക്ഷൻസ്, ഇൻപേഷ്യൻസ് ആയിട്ടുള്ള എത്ര പേർക്കാണ് അൺഫേവറബിൾ ആയിട്ടുള്ള ഡ്രഗ് റിയാക്ഷൻസ് നടന്നിട്ടുള്ളത്, അതിന്റെ പെർസെന്റേജ് കാണുന്നു. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ, അതായത് ആസൂത്രണം ചെയ്യാതെയുള്ള തിരിച്ചുവരവ്. അതായത് ഇപ്പൊ ഒരു സർജറിയോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞ് റൂമിലേക്കോ വാർഡിലേക്കോ മാറ്റി ഷിഫ്റ്റ് ചെയ്തിട്ട് പേഷ്യന്റ് ആവാം. പെട്ടെന്ന് അവരുടെ കണ്ടീഷൻസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ട് ഒരു ആസൂത്രണം, മറ്റേ ഓപ്പറേഷൻ ചെയ്യുന്ന പ്ലാൻഡ് ആയിട്ട് നമ്മൾ ചെയ്തു, അതിനുശേഷം നമ്മൾ ഒരിക്കലും അൺപ്ലാൻഡ്, പ്ലാൻ ചെയ്യാത്ത രീതിയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്നു, ഇപ്പൊ അവരുടെ സ്റ്റിച്ചിലോ എന്തെങ്കിലും പൊട്ടലുകളോ കാര്യങ്ങളോ വരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള ബ്ലീഡിങ്ങോ കാര്യങ്ങളോ വരുന്നു. അപ്പൊ ഒരു അൺപ്ലാൻഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ തിരിച്ചുവരെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അത്തരം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അത്തരം ഇൻസിഡൻസ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ്. അതുപോലെ പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? തലനാരിഴയ്ക്ക് രക്ഷപ്പെടാന്നൊക്കെ പറയില്ലേ നമ്മള്. ചില സംഭവങ്ങളിൽ നിന്ന് നമ്മള് വളരെ വളരെ ചെറിയ ശതമാനം പെട്ടെന്ന് ആളുകളെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, തലനാരിഴയ്ക്ക് രക്ഷപ്പെടാന്നൊക്കെ നമ്മൾ പറയില്ലേ. അതാണ്. അപ്പൊ നിയർ മിസ്സസ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ സംഭവം നടന്നു, അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള, ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേനെ. പക്ഷെ നമ്മൾ വളരെ ജസ്റ്റ് മിസ്സായതിൽ നിന്ന് അല്ലെങ്കിൽ തലനാടിലേക്ക് നമ്മൾ രക്ഷപ്പെട്ടു
ആയിട്ടുണ്ടെങ്കിൽ അത്തരം കണ്ടീഷൻസ് അല്ലെങ്കിൽ അത്തരം ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പെർസെന്റേജ്. അതുപോലെ പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസേൺ. അപ്പൊ മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് മിക്ക കാര്യങ്ങൾക്കും അവരുടെ കൺസേൺ അല്ലെങ്കിൽ സമ്മതം നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. സോ അത്തരം ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, വിവരങ്ങൾ കൈമാറാതെ കിട്ടിയിട്ടുള്ള ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസേൺ അല്ലെങ്കിൽ ശരിയല്ലാത്ത രീതിയിൽ പെർഫെക്റ്റ് അല്ലാത്ത സമ്മതപത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്ര എണ്ണമാണ് ഒരു മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട്, എത്ര മെഡിക്കൽ റെക്കോർഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസേണുമായി ബന്ധപ്പെട്ട പെർസെന്റേജ് ഉണ്ട്, അത് നോക്കുന്നുണ്ട്. അതുപോലെ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻസിഡന്റുകളുടെ പെർസെന്റേജ്. അതുപോലെ പെർസെന്റേജ് ഓഫ് കേസസ് who received suitable prophylactic antibiotics within the specified time frame. അതുപോലെ തന്നെ രോഗനിവാരണത്തിനായിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ടൈം ഫ്രെയിമില് എത്ര പേര് പ്രോപ്പർ ആയിട്ടുള്ള ആന്റിബയോട്ടിക് സ്വീകരിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള കേസുകളുടെ പെർസെന്റേജ്. അതുപോലെ പെർസെന്റേജ് ഓഫ് സർജറി where the organization procedure to prevent hostile events like wrong site, wrong patient, wrong surgery have been adhered to. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ, ചില ഹോസ്പിറ്റലുകള് റോങ് സൈറ്റ്, തെറ്റായ സ്ഥലത്ത് എന്ത് ചെയ്യാറുണ്ട്, ശസ്ത്രക്രിയകൾ ചെയ്യാറുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഇപ്പൊ റൈറ്റ് ഹാൻഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വന്നവരായിരിക്കാം, ലെഫ്റ്റ് ഹാൻഡിനായിരിക്കും അവർക്ക് ആ പ്രൊസീജിയർ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം ഇല്ലേ? ചിലപ്പോ പേഷ്യൻസ് മാറിപ്പോയി ചെയ്യാറുണ്ട് ഇല്ലേ? തെറ്റായ ശസ്ത്രക്രിയകൾ ചെയ്യാറുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെ റോങ് സൈറ്റ് ആവാം, റോങ് പേഷ്യന്റ് ആവാം, റോങ് സർജറി, ഇതുപോലെയുള്ള കാര്യങ്ങള് എത്രത്തോളം അങ്ങനെയുള്ള പ്രതികൂലമായിട്ടുള്ള ഇവന്റ്സ് അല്ലെങ്കിൽ നടപടികള് അവിടെ എത്ര തരത്തിലുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പെർസെന്റേജ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. അതുപോലെ മെഡിക്കേഷൻ എറർ റേറ്റ്, മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട പിശകുകളുടെ എണ്ണം അല്ലെങ്കിൽ റേറ്റ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ശസ്ത്രക്രിയ ചെയ്ത ആ സൈറ്റുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കേസുകളുടെ എണ്ണം. അതുപോലെ സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഐസിയുവിലെ മരണവുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മോർട്ടാലിറ്റി റേഷ്യോ, മരണനിരക്ക് കേട്ടോ, ഐസിയുവിലെ മരണനിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കണ്ടീഷൻ. അതായത് ഒരു പ്രാവശ്യം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നവരായിരിക്കാം, അവർക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കൊടുത്ത് ഓക്കെ ആയപ്പോൾ അവർ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഒരു 72 മണിക്കൂറിനുള്ളിൽ അതേ സിമിലർ കണ്ടീഷൻ അല്ലെങ്കിൽ കംപ്ലൈന്റുമായിട്ട് അവർ തിരികെ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ റിട്ടേൺ വരുന്നതിനെയാണ് നമ്മൾ റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. ജസ്റ്റ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ, ഏതൊക്കെയാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന്. അതിന്റെ ഫോർമുലയും കാര്യങ്ങളും ഓൾറെഡി അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ. ഒരു മിനിറ്റ്. വായിച്ചു കഴിഞ്ഞോ?
GO. G എന്ന് പറഞ്ഞ പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് എറർ പ്രോൺ അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മെഡിക്കേഷൻ മരുന്നുകളുടെ ചാർട്ടുകളില് മരുന്നുകൾ നമ്മുടെ മെഡിസിൻസ് അബ്രിവിയേറ്റഡ് ഫോമിൽ എഴുതാറുണ്ട്. അങ്ങനെ അബ്രിവിയേറ്റഡ് ഫോമിൽ എഴുതണതാണ് ശരിയായ രീതി. അപ്പൊ അങ്ങനെ അബ്രിവിയേറ്റഡ് ഫോമിൽ എഴുതുമ്പോൾ ചുരുക്കി എഴുതില്ലേ നമ്മള്, അങ്ങനെ ചുരുക്കി എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ PNB എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ മാറിപ്പോവാം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റുകൾ വരാം. അപ്പൊ അങ്ങനെ ഉള്ള തെറ്റുകൾ വന്നിട്ടുള്ള അബ്രിവിയേഷൻ ചുരുക്കി എഴുതുമായി ബന്ധപ്പെട്ട് പിശകുകൾ വന്നിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ പെർസെന്റേജ്. വായിച്ചു നോക്കിയോ? ഓക്കെ ആണോ? ഓക്കെ. ആറല്ലേ ചോദിച്ചു? ആറെന്ന് പറഞ്ഞാൽ അത് നോക്കട്ടെ. ആറ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്. അതായത് നമ്മളൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് വന്ന് അവർക്ക് ചിലപ്പോൾ ഒരു വയറുവേദനയായിട്ട് വന്നതാണ്. അങ്ങനെ വയറുവേദനയായിട്ടോ അല്ലെങ്കിൽ നെഞ്ചുവേദനയായിട്ടോ വന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നമ്മൾ എമർജൻസി അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് കുറവായി. അപ്പൊ അവരെന്ത് ചെയ്തു? തിരികെ വീട്ടിൽ പോയി കഴിഞ്ഞ് അവർക്കൊരു 72 മണിക്കൂർ, അതായത് ഇവിടുന്ന് പോയതിനു ശേഷം 72 മണിക്കൂറിനുള്ളിൽ ഇതേ സെയിം കംപ്ലൈന്റ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുമായിട്ട് അവർ പിന്നെയും ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ആണ് ഇവിടെ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവർക്ക് പിന്നെയും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇതേ വയറുവേദന പിന്നെയും വരികയാണ്. അപ്പൊ അവർ തിരികെ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന പേഷ്യൻസിന്റെ നമ്പേഴ്സും കാര്യങ്ങളുമാണ് ഇവിടെ നോക്കുന്നത്. കേട്ടാ? ഓക്കെ, അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലെ? നെക്സ്റ്റ്, catheter റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പൊ ഇപ്പൊ കിടപ്പ് രോഗികളാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലില് യൂറിൻ പോവാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ catheter പ്ലേസ് ചെയ്യാറുണ്ട് അല്ലെ? catheter പ്ലേസ് ചെയ്തല്ലേ യൂറിൻ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൽ നിന്നും യൂറിൻ ഡ്രെയിൻ ചെയ്ത് കളയുന്നത്. സോ അത്തരത്തില് catheter പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം പേഷ്യൻസിന്റെ എണ്ണവും അതിന്റെ റേറ്റുമാണ് നമ്മൾ catheter റിലേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം അവിടെ നമ്മൾ വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ കേസുകളുടെ എണ്ണം. ദെൻ അടുത്തത് സെൻട്രൽ ആൻഡ് റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മള് മെയിൻ ആയിട്ടുള്ള ഒരു വെയിനില് നമ്മുടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു വെയിൻ, ലാർജ് വെയിനില് ഒരു കാനുല പ്ലേസ് ചെയ്യാറുണ്ട് അല്ലെ? അതിനെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ എന്ന് നമ്മുടെ ബ്ലഡ് വെയിൻസിലേക്ക് നേരിട്ട് നമുക്ക് ഇഞ്ചക്ഷൻസ് മരുന്നുകളും ഫ്ലൂയിഡ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ കാനുലാസ് പ്ലേസ് ചെയ്യാറില്ലേ? അങ്ങനെ അതിനെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ആ കാനുലാസ് പ്ലേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബ്ലഡുമായി ബന്ധപ്പെട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ അവിടെ നോക്കാം. സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അങ്ങനെ കാനുലാസ് കാര്യങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടാവുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അത്തരം പേഷ്യൻസിന്റെ എണ്ണമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. അതുപോലെ തന്നെ ഹാൻഡ് ഹൈജീൻ, നമ്മുടെ കൈയുടെ ശുചിത്വം പാലിക്കുന്നവരുടെ എണ്ണം. അവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യമായിട്ട് പറയുന്നത്, അവിടെ എത്രത്തോളം സ്റ്റാഫുകൾ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നുണ്ട് അവരുടെ എണ്ണം. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി. ചില സർജറികൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. ഒരു ഡേറ്റ് ഫിക്സ് ചെയ്താലും ചിലപ്പോൾ ആ ദിവസം എന്തെങ്കിലും സാഹചര്യങ്ങളാൽ ചിലപ്പോ ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും? മാറ്റി വെക്കേണ്ടതായിട്ട് വരും അല്ലേ? അങ്ങനെ എത്ര സർജറികൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ട് റീഷെഡ്യൂളിംഗ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത്തരം സർജറികളുടെ എണ്ണമാണ്, ഈ പെർസെന്റേജ് ആണ് അവിടെ നോക്കുന്നത്. അടുത്തത് ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. ഒരു ബ്ലഡ് ബാങ്കിൽ നിന്നും ബ്ലഡും മറ്റു ബ്ലഡ് കമ്പോണൻസും ഇഷ്യൂ ചെയ്ത് കിട്ടാൻ എടുക്കുന്ന സമയം, അതാണ് കേട്ടോ ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. കിട്ടാൻ എടുക്കുന്ന സമയം
എത്ര സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട്, എത്ര സമയത്തിനുള്ളിലാണ് നമുക്ക് കിട്ടിയത്. Then nurse patient ratio for ICU and ward. ICU അതുപോലെ വാർഡുമായി ബന്ധപ്പെട്ട് nurse patient റേഷ്യോവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇൻപേഷ്യൻസുമായി ബന്ധപ്പെട്ട വെയിറ്റിംഗ് ടൈം പറഞ്ഞിരുന്നു. അതുപോലെ ഔട്ട് പേഷ്യൻസിന്റെ കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, അതാണ് അവിടെ പറയുന്നത്. Then വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്, അതുപോലെ തന്നെ രോഗനിർണയങ്ങൾ നടത്താൻ വേണ്ടി എക്സ്റേയോ ലാബുകളുമായി ബന്ധപ്പെട്ടൊക്കെ വെയിറ്റിംഗ് ടൈമുകൾ എടുക്കാറുണ്ടോ? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടി ഒപിയില് നമ്മൾ പോയി ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരിക്കാറില്ലേ? അപ്പൊ അങ്ങനെ എത്ര സമയം അവിടെ വെയിറ്റിംഗ് ടൈം നമുക്ക് അതിന് വേണ്ടി വരുന്നുണ്ട്, അതാണ് അവിടെ രണ്ടുപേർക്കും നോക്കുന്നത് കേട്ടോ. അടുത്തത് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. വളരെ എമർജൻസി ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകള് ചിലപ്പോ ആവശ്യമായി വരുന്ന സമയത്ത് എന്തുണ്ടാവില്ല, അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. അതാണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവശ്യമായി എമർജൻസി മെഡിക്കേഷൻ ആയിരിക്കും, പക്ഷെ അതൊരു പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ലഭ്യമായിട്ടുണ്ടാകുന്നില്ല. അത്തരത്തിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മെഡിക്കേഷനുകളുടെ എണ്ണം കേട്ടോ. പേഷ്യന്റ് ഫോൾ റേറ്റ്, എന്തെങ്കിലും കാരണത്താൽ ഫ്ലോറിൽ എന്തെങ്കിലും കിടക്കുന്നതാവാം, ഓയിലോ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാലിന്യങ്ങളോ അഴുക്കുകളോ എന്തെങ്കിലും ഒക്കെ കിടന്ന് അതിൽ തട്ടി പേഷ്യൻസ് വീഴുക, അതുമായി ബന്ധപ്പെട്ടുള്ള റേറ്റ് എത്ര, അപ്പൊ എത്ര പേഷ്യൻസ് അങ്ങനെയുള്ള അപകടങ്ങൾ പേഷ്യൻസിന് ഉണ്ടായിട്ടുണ്ട് അതിന്റെ എണ്ണം. അതുപോലെ ഇൻസിഡന്റ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, അപ്പോ അബദ്ധവശാലാണെങ്കിലും നമുക്ക് എന്താണ് ഇഞ്ചക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന നീഡിലുകള് തുളഞ്ഞു കയറി പലതരത്തിലുള്ള ഇഞ്ചുറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. സോ അത്തരത്തിൽ അങ്ങനെ എന്തെങ്കിലും നീഡിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഞ്ചുറീസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങളുടെ എണ്ണമാണ് അവിടെ നോക്കുന്നത്. സ്യൂട്ടബിൾ ഹാൻഡ് ഓവർ ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ഡോക്ടേഴ്സിനാണെങ്കിലും നഴ്സസിനാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അതില് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാൻഡ് ഓവർ ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച്, ഒരു ഷിഫ്റ്റിൽ ഇരിക്കുന്ന ആളുകള് അടുത്ത ഷിഫ്റ്റിലുള്ള ആളുകൾ വരുമ്പോഴേക്കും നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഈ ഒരു ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ മറ്റാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ. അങ്ങനെ എത്ര അനുയോജ്യമായിട്ട് എത്ര പേര് ആ ഒരു ഡ്യൂട്ടി ചേഞ്ചുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഇവ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ്. അതുപോലെ കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, അതുപോലെ മെഡിസിൻസിന്റെ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് എത്രത്തോളം മെഡിക്കേഷൻ ചാർട്ടുകളാണ് കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് പാലിക്കുന്ന മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം എന്നാണ്. അപ്പൊ അങ്ങനെ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി അത് പാലിക്കുന്ന മെഡിക്കേഷൻ ചാർട്ടുകൾ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡുകളുടെ എണ്ണമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. സെൻട്രൽ ആൻഡ് റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം എന്ന് പറഞ്ഞാല് അല്ലേ ചോദിച്ചു. സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത്, നമ്മൾ പേഷ്യൻസ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ വെയിൻസ് ഒക്കെ ഓപ്പൺ ആക്കി വെക്കാൻ വേണ്ടി ഒരു കാനുല പ്ലേസ് ചെയ്യാറില്ലേ? മെയിൻ ആയിട്ടുള്ള വെയിനിൽ ഒരു കാനുല പ്ലേസ് ചെയ്യാറില്ലേ? ലാർജ് വെയിനില്
ഫ്ലൂയിഡ്സോ മെഡിസിൻസോ ഒരു തിന്നായിട്ടുള്ള ലോങ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യാറില്ലേ. അപ്പൊ അത് നമ്മുടെ ഫ്ലൂയിഡ്സോ മരുന്നുകളോ ഒക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത്തരത്തിലുള്ള കേസിൽ അങ്ങനെ ഒരു അതിനെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാനുല പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബ്ലഡുമായി ബന്ധപ്പെട്ട് ബ്ലഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആ പേഷ്യൻസിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്തരം ഇൻസിഡന്റുകളാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, എന്താണ് അന്വേഷിച്ചത്? RBC ടെസ്റ്റ് ചെയ്യുമ്പോ ഇത്ര റേഞ്ച് വേണം എന്നുണ്ടോ എന്നാണോ ചോദിച്ചേ? എല്ലാ കമ്പോണൻസിനും ഉണ്ട് കേട്ടോ. നമ്മുടെ ബ്ലഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ HB ആണെങ്കിലും എല്ലാം നമ്മളൊരു റഫറൽ റേഞ്ചിലല്ലേ പറയുന്നത്. ഇപ്പൊ റെഡ് ബ്ലഡ് സെൽസ് കുറവാണെങ്കിൽ അത് നമുക്ക് അതിൻ്റെതായ ബ്ലഡ് ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോ മെഡിസിൻസ് വഴിയോ അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ വഴിയോ അത് എന്താണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ ഇത്രയും പറഞ്ഞത്. 32 എണ്ണമാണ് പറഞ്ഞത്. ഇത് ഓരോന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കും. അതുകൊണ്ടാണ് മിസ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. അന്നേരം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ഫോർമുല ഉൾപ്പെടെ പഠിക്കുന്നുണ്ട് കേട്ടോ തന്നെ. അപ്പൊ ഈ ഭാഗം ഒന്ന് പഠിച്ചോളൂ കേട്ടോ. ആ ഭാഗം അധികം നോക്കണ്ട, അത് ഓൾറെഡി നിങ്ങൾ അവിടെ പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അവിടെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലായിക്കോളും കേട്ടോ. ഈ 32 ബൈ ഹാർട്ട് ഒന്നും ചെയ്തൊന്നും പഠിക്കണ്ട, അതൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മളിപ്പോ മൂന്നാമത്തെ പോയിന്റ് ആണ്, മൂന്നാമത്തെ കമ്പോണന്റ് ആയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ മൂന്നാമത്തെ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തേതായിട്ടാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നത്. അതാണ് ഇത്രയും നമ്മള് F വരെ പറഞ്ഞു നിർത്തിയത്. ഇനി നാലാമത്തത് സൈനേജ്, അതായത് ബൈലിംഗ്വൽ ദാറ്റ് ഇൻക്ലൂഡ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ രോഗികളുടെ അവകാശങ്ങള്, അവരുടെ റെസ്പോൺസിബിലിറ്റി മുതലായവയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൈനേജ് ബോർഡുകള് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ ഉത്തരവാദിത്തങ്ങളും അവരുടെ അവകാശങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിട്ടുള്ളത്? ഒന്നില്ലെങ്കിൽ 2 ലാംഗ്വേജുകളിൽ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമ്മുടെ സാധാരണ നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം എന്ന രീതിയിലാണ് അവരുടെ ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കോമൺ ലാംഗ്വേജും അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റേതെങ്കിലും ഒരു ലാംഗ്വേജും അല്ലെ, അതാണ് ഉദ്ദേശിക്കുക. അപ്പൊ അങ്ങനെ ഏതെങ്കിലും 2 ലാംഗ്വേജില് പേഷ്യൻസിന്റെ അവകാശങ്ങൾ, അവർക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ആ മെഡിക്കൽ ഫെസിലിറ്റിയിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്, അവര് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയോ അല്ലെ, അവർക്ക് കിട്ടുന്ന അവകാശങ്ങൾ മാത്രമല്ല പേഷ്യൻസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരങ്ങള് ബോർഡുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രദർശിപ്പിച്ചിരിക്കണം. 2 ലാംഗ്വേജുകളിൽ എന്തെങ്കിലും പ്രദർശിപ്പിച്ചിരിക്കണം. അടുത്തത് അതുണ്ടോ എന്ന് പരിശോധിക്കും. അതുപോലെ സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്, കൃത്യമായ ഇടവേളകളിൽ അവിടുത്തെ ജീവനക്കാർക്ക് പരിശീലനങ്ങൾ നൽകണം. പുതിയതായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും പുതിയ എക്യുപ്മെന്റുകൾ വരുന്നതുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട കൃത്യമായ പരിശീലനങ്ങൾ സ്റ്റാഫുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട ഇമ്മ്യൂണൈസേഷൻ, സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കണം? പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുക്കണ്ടേ? എന്തുകൊണ്ടാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്റ്റാഫുകൾ കൊടുക്കണം പറഞ്ഞേ? അവരിൽ നിന്നും ഇൻഫെക്ഷൻസ് നമ്മളിലേക്ക് പകരാം അല്ലെ. അവരാണ് നമ്മുടെ പേഷ്യൻസിനെ ഓരോരുത്തരെയും കൈകാര്യം ചെയ്യുന്ന ആളുകൾ അല്ലെ. അപ്പൊ അവരിൽ നിന്ന് ഒരുപാട് പേഷ്യൻസിലേക്ക് ഇത് പകരാം. അതുകൊണ്ട് തന്നെ അതുപോലെ മറ്റു നേരെ തിരിച്ചുമാവാം അല്ലെ. പേഷ്യൻസിൽ നിന്ന് സ്റ്റാഫുകളിലേക്കും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാം അല്ലെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് കൃത്യമായ ഇമ്മ്യൂണൈസേഷൻസ് അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ സൂക്ഷിക്കണം. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, അവിടെ നിയമപരമായിട്ടുള്ള ആ സ്ഥാപനത്തിന്റെ ആവശ്യകതകൾ എന്താണ് അത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. അതുപോലെ ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ് വൺസ് ഇൻ 6 months. ഓരോ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇന്റേണൽ ഓഡിറ്റ്, അതായത് അവിടുത്തെ ഉള്ളിലുള്ള സ്റ്റാഫുകളെ വെച്ചുകൊണ്ട് തന്നെ ഒരു ഇന്റേണൽ ആയിട്ടുള്ളൊരു ഓഡിറ്റ് എന്ത് ചെയ്യണം, നടത്തിയിരിക്കണം. Then 2 quality improvement project in a year. ഒരു വർഷത്തില് 2
ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള 2 പ്രൊജക്ടുകൾ നടത്തി, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ. അതുപോലെ ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, റിവ്യൂവിംഗ് ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡൻസ്. അതായത് ഓരോ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന ഓരോ ഇൻസിഡൻസ്, അതിപ്പോ നിയർ മിസ് ആയിരിക്കാം, സെന്റിനറിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള പ്രതികൂലതരമായിട്ടുള്ള പ്രവർത്തനങ്ങളോ നടപടികളോ അല്ലെങ്കിൽ ഇവന്റ്സോ ആയിരിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഇൻസിഡൻസോ സംഭവങ്ങളോ നടക്കുമ്പോൾ അത് കൃത്യമായിട്ട് കണ്ടെത്തുന്നു, അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് അവലോകനം നടത്തുകയും അത്തരം ഇൻസിഡൻസ് ഉണ്ടാവാതിരിക്കാനുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ നടപടികൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങള് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നാബിന്റെ ഡോക്യുമെന്റേഷനിൽ ആവശ്യമായി വരുന്ന ആവശ്യകതകളാണ്. അപ്പൊ അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാനുവൽ പറഞ്ഞു, കമ്മ്യൂണിറ്റീസ് പറഞ്ഞു, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു, സൈനേജുകൾ, അതായത് പേഷ്യൻസിന്റെ റൈറ്റും റെസ്പോൺസിബിലിറ്റീസും കാണിക്കുന്ന രീതിയിൽ ബൈലിംഗ്വൽ 2 ലാംഗ്വേജുകളിലാക്കിയിട്ട് അത് പ്രദർശിപ്പിച്ചിരിക്കണം. സ്റ്റാഫുകൾക്ക് പരിശീലനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ, സ്റ്റാഫുകളുടെ ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ട റെക്കോർഡ്, അവരുടെ നിയമപരമായിട്ടുള്ള ആവശ്യകതകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അതുപോലെ ഹോസ്പിറ്റലിൽ 6 മാസത്തിൽ ഒരിക്കൽ അവർ നടത്തുന്ന വലിയ രീതിയിൽ നടത്തുന്ന ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അതുപോലെ വർഷത്തിൽ ഒരിക്കൽ, ഒരു വർഷം കൂടുമ്പോൾ, ഓരോ വർഷം കൂടുമ്പോഴും 2 ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട 2 പ്രൊജക്ടുകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അതുപോലെ ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്, അതായത് ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, റിവ്യൂവിംഗ് ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡന്റ്. ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ തിരിച്ചറിയുക, അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അത് കൃത്യമായി അവലോകനം ചെയ്യുന്നുണ്ടോ, അതിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് റിപ്പോർട്ടുകളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. Okay. Okay. Next one ആണ് quality indicators. Quality indicators are otherwise called key performance indicators. ഒന്ന് underline ചെയ്തു വെച്ചേ. Quality indicators നെ നമ്മൾ otherwise നമുക്ക് എന്ത് വിളിക്കാം? Key performance indicators എന്ന് വിളിക്കാം. അപ്പൊ ഓരോ key performance indicators എന്താണ് ശരിക്കും? അവരുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ്, അല്ലെ? അപ്പൊ അവിടെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങളാണ് നമുക്ക് പറയാം. Then quality refers to the degree of adherence to pre-established criteria or standard. ഇത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നോ? നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് പഠിച്ചതാണ്, അല്ലെ? ക്വാളിറ്റി refers to degree of adherence to pre-established criteria or standard, അല്ലെ? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിർവചിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി സ്ഥാപിച്ചിട്ടുള്ള ഒരു കൂട്ടം മാനദണ്ഡങ്ങള് പാലിക്കുന്നതിന്റെ അളവിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. പഠിച്ചില്ലേ ഇത്? ഓർക്കുന്നുണ്ടോ? ഒരു സെന്റൻസ് അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചത്, ഓർക്കുന്നോ? ക്വാളിറ്റി refers to the degree of adherence to pre-established criteria or standards. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ അളവിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. Indicators a statistical measure of the performance of function, system or process over a period of time. അപ്പൊ ഈ പറയുന്ന ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആ ഒരു പ്രക്രിയ ആവാം, അവിടുത്തെ ആ ഒരു ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു പ്രോസസ് ആവാം.
അതുമായി ബന്ധപ്പെട്ട ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമില് അത് എത്രത്തോളം പെർഫോമൻസ് അവിടെ കാഴ്ച ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എടുക്കുന്നു. അപ്പൊ അവിടെ ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അവിടെ ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ക്വാളിറ്റി ഉള്ള പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കുന്നത്. ആ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് ശരിയായ ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് വഴിയും നമുക്ക് അവരുടെ പെർഫോമൻസ് ലെവൽ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാനും ആ ക്വാളിറ്റി അവിടെ എത്ര രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് ചോദിക്കാറുണ്ട് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ വിളിക്കുന്ന മറ്റു പേര് എന്താണ്, അതുപോലെ ക്വാളിറ്റിയുടെ ആ ഒരു ഡെഫിനിഷനും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. മറ്റൊന്ന് നമ്മുടെ ലാബുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും നമ്മൾ മെഷർ ചെയ്യാൻ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പഠിച്ചത്. അതൊക്കെ കുറച്ചെണ്ണം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് കൂടാതെയും കുറച്ച് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അത് ലാബ് പറയുന്ന നിർബന്ധിതമായിട്ടുള്ള 32 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. അത് കൂടാതെയും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ദ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. KPD എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഡ്രൈവേഴ്സ്. കീ പെർഫോമൻസ് ഡ്രൈവേഴ്സ്. കീ പെർഫോമൻസ് ഡ്രൈവേഴ്സ് അതായത് ഒരു സ്പെസിഫിക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ്. ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആണ് നമുക്ക് ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്പെസിഫിക് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കീ പെർഫോമൻസ് ഡ്രൈവേഴ്സ് ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇത്തരത്തിലുള്ള കീ പെർഫോമൻസ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നടക്കുന്നത്, അവിടെ ആ ഒരു സ്പെസിഫിക് ആക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓരോ സെക്ഷൻ ആയിട്ട് തിരിച്ച് അവിടെയുള്ള ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് അത് കൃത്യമായിട്ട് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മെഷർ ചെയ്യേണ്ടതും പരിപാലിക്കേണ്ടതും. അപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് വൺ ആണ് ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യന്റ്. ഇത് നമ്മൾ പഠിച്ചതല്ലേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ പഠിച്ചവയുണ്ട്, അല്ലാതെയും കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് ഒരു ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ ഇൻഡോർ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നത്, പ്രാഥമിക മൂല്യം നിർണ്ണയം നടത്തുന്നതിന് ആവശ്യമായ സമയം എത്ര സമയം എടുത്തു, അത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. രണ്ടാമത്തത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഈസ് ഡോക്യുമെന്റഡ്. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ്, ഇൻപേഷ്യൻസിന്റെ കേസിൽ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ, നമ്മുടെ നഴ്സിംഗ് കെയർ പ്ലാൻ ഡോക്യുമെന്റ് ചെയ്ത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള, അപ്പൊ നഴ്സിംഗ് കെയർ എങ്ങനെ കൊടുക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻപേഷ്യന്റ് കേസസിന്റെ പെർസെന്റേജ് ആണ് നോക്കുന്നത്. ഒരു ഗിവൺ ടൈമിലുള്ള കാര്യങ്ങളാണ് കേട്ടോ നോക്കുന്നത്. ആ ഒരു ഗിവൺ ടൈമിൽ എത്ര പേഷ്യൻസിന്റെ എത്ര ഇൻപേഷ്യന്റ് കേസസിനാണ് നഴ്സിംഗ് കെയർ പ്ലാനുകൾ അവരുടെ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ മൂന്നാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ, മരുന്നുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പിശകുകൾ വന്നിട്ടുള്ളതിന്റെ പെർസെന്റേജ്. ഇത് നമ്മൾ പഠിച്ചതല്ലേ? അതും പഠിച്ചതാണ്. അടുത്തത് നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ടഡ്, ഗ്യാതേർഡ് ഓർ എക്സാമിൻ വിത്തിൻ ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. ആ ഒരു തന്നിരിക്കുന്ന ആ ഒരു ഡിഫൈൻഡ് ടൈം ഫ്രെയിമിൽ, ആ ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ എത്രത്തോളം സെന്റിനൽ ഇവന്റ്സ്, അതായത് സെന്റിനൽ ഇവന്റ് എന്താണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. സെന്റിനൽ ഇവന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി അൺആന്റിസിപ്പേറ്റഡ് ഇവന്റ് ഇൻ എ ഹെൽത്ത് കെയർ സെറ്റിംഗ് that result in death or serious physical or psychological injury to a patient or patients not connected with the natural cause of the patient illness. Underline ചെയ്തിട്ടേത് സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ എനി ആന്റിസിപ്പേറ്റഡ് ഇവന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു രോഗിക്ക് ഒരു പേഷ്യന്റിന് അവരുടെ എന്തെങ്കിലും മരണം സംഭവിക്കാം, സീരിയസ് ആയിട്ടുള്ള ഡെത്തോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ ഉള്ള എന്തെങ്കിലും പരിക്കുകൾ സംഭവിക്കാം.
എന്തിന്റെ ഫലമായിട്ട്? എനി ആന്റിസിപ്പേറ്റഡ് ഇവന്റ്സ്, അതായത് എന്താണ് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം, ഹോസ്പിറ്റലില് എന്തെങ്കിലും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം നടക്കുകയും അതിന്റെ ഫലമായിട്ട് ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ചിലപ്പോ മരണം സംഭവിക്കാം, ചിലപ്പോ സീരിയസ് ആയിട്ടുള്ള ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടുള്ള പരിക്കുകൾ ഒരു പേഷ്യന്റിന് വരുന്നതാവാം, അല്ലെങ്കിൽ ഒത്തിരി പേഷ്യൻസിന് വരുന്നതാവാം. അതൊരിക്കലും അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇൽനെസ്, സ്വാഭാവികമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കുമല്ലോ വരുന്നത്. ആ അസുഖം അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഇൽനെസ്സുമായി ബന്ധപ്പെട്ടല്ല കേട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൽനെസ്സും അല്ല ബന്ധപ്പെട്ടല്ലാതെ, രോഗവുമായി അവർ വന്നിരിക്കുന്ന രോഗവുമായി ബന്ധപ്പെട്ടല്ലാതെ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ നടക്കുന്ന എന്തെങ്കിലും അപ്രതീക്ഷിത സംഭവവുമായി ബന്ധപ്പെട്ട് ചിലപ്പോ പേഷ്യൻസ് മരണം സംഭവിക്കാം, സീരിയസ് ആയിട്ടുള്ള ശാരീരികവും മാനസികമായിട്ടുള്ള ഇഞ്ചുറീസ് സംഭവിക്കുന്നതിനെയാണ് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? അപ്പൊ അങ്ങനെ സെന്റിനൽ ഇവന്റ്സ് എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എത്ര എണ്ണം നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്, പരിശോധനകൾ നടത്തിയിട്ടുണ്ട്, ആ ഒരു ഗിവൺ ടൈം ഫ്രെയിമില് എത്രത്തോളം സെന്റിനൽ ഇവന്റ്സ് ആ ഒരു സമയപരിധിക്കുള്ളിൽ നടന്നിട്ടുണ്ട്, എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എത്ര എണ്ണത്തിന്റെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിരിക്കുന്നതും പരിശോധന നടത്തിയിരിക്കുന്നതും, അതിന്റെ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ അത്? സെന്റിനൽ ഇവന്റ് എന്താണെന്ന് മനസ്സിലാക്കണോട്ടോ, ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ് മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ. എന്താണ് നിയർ മിസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ജസ്റ്റ് മിസ് ആയ അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ, ചില ഇൻസിഡന്റുകളിൽ നിന്ന്. അതിനെയാണ് നമ്മൾ നിയർ മിസ്. മൈറ്റ് ഹാവ് ഹാപ്പൻ, ആ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്, പക്ഷേ ബട്ട് നോട്ട് ഹാപ്പൻ, എന്താണ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചേനെ, പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് ആ ഒരു അപകടത്തിൽ നമ്മൾ ഉൾപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് അവിടെ നടന്നിട്ടില്ല. പ്രോപ്പർ ഹാൻഡ് ഓവർ ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ച് ആപ്ലിക്കബിൾ ടു ഡോക്ടർ ആൻഡ് നഴ്സ്. രണ്ട് കൂട്ടരുടെയും നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളത് പരിശോധിക്കാറുണ്ട്, പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്. അപ്പൊ ഓരോ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സസ് ആയിക്കോട്ടെ ശരിയായ രീതിയിൽ ആ ഒരു ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരിയായ രീതിയിൽ ഡോക്യുമെന്റ്സ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത്. അതുപോലെ ഇൻസിഡന്റ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്, രോഗിയെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ വന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളാണ് അടുത്തതായിട്ട്. Then adherence to hand hygiene practice എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഹൈജീൻ, കൈ ശുചിത്വം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട നമ്പേഴ്സ് അല്ലെങ്കിൽ കേസുകളുടെ എണ്ണം, എത്ര പേര് അത് പാലിക്കുന്നുണ്ട് എന്നതിന്റെ എണ്ണം. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്. അപ്പൊ വാർഡിലുള്ള ICUലുള്ള പേഷ്യൻസിന്റെ എണ്ണവും അവിടെയുള്ള നഴ്സസിന്റെ എണ്ണവും ഒക്കെ ഇട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എത്രയുണ്ടെന്ന് കണ്ടെത്തുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു നഴ്സിംഗ് എഡ്യൂക്കേറ്റർ പാലിക്കേണ്ട അല്ലെങ്കിൽ നോക്കേണ്ട ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതാണ് ഫസ്റ്റ് വൺ, ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ. പേഷ്യൻസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നതിനുള്ള സമയം. രണ്ടാമത്തത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻ കേസസ്. നഴ്സിംഗ് കെയർ പ്ലാനുകൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻപേഷ്യൻ കേസുകളുടെ എണ്ണം പെർസെന്റേജ്. അതുപോലെ മെഡിക്കേഷൻ മരുന്നുകളുമായി ബന്ധപ്പെട്ട് പിശകുകൾ വന്നിട്ടുള്ളതിന്റെ പെർസെന്റേജ്. അതുപോലെ നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ്, അതായത് അപ്രതീക്ഷിതമായിട്ട് ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയും അതിലൂടെ പേഷ്യൻസിന് മരണമോ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറിയോ പരിക്കുകളോ കാര്യങ്ങളോ പറ്റുകയോ ചെയ്യുകയാണ്. അത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള രോഗവുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് അല്ലാത്ത വേറെ എന്തെങ്കിലും സംഭവങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള സെന്റിനൽ ഇവന്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അതുപോലെ പരിശോധനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണമാണ് അവിടെ നോക്കുക. അതുപോലെ പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്, അങ്ങനെയുള്ള ജസ്റ്റ് മിസ്സായി നമ്മൾ അതിൽ തലനാരിലേക്ക് രക്ഷപ്പെട്ടിട്ടുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സസ് ആയിക്കോട്ടെ പ്രോപ്പർ ആയിട്ട് അവരുടെ ആ ഒരു ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെന്റ്സ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണം. അതുപോലെ പേഷ്യൻസിനെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിശകുകളോ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കേസുകളുടെ എണ്ണം. അതുപോലെ ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, അത് പാലിക്കുന്ന ആളുകളുടെ എണ്ണം. അതുപോലെ ICU വാർഡ് മുതലായവയുമായി ബന്ധപ്പെട്ട് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ നോക്കുന്നുണ്ട്. വായിച്ചു നോക്കി നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
വായിച്ചിട്ട് ഇന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ, മിസ് ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇവിടെ വരെ വായിച്ചിട്ട് വരാം. റോങ് സൈഡ് റോങ് സൈറ്റ് പറയാം, അത് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ രോഗവുമായി ബന്ധപ്പെട്ടവർക്ക് വന്നിരിക്കുന്ന ഒരു സംഭവം അല്ലല്ലോ. അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാവുന്ന മറ്റെന്തെങ്കിലും സംഭവങ്ങൾ, എന്തെങ്കിലും മറ്റ് അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് സെൻസിറ്റീവ് ഇവന്റിൽ പറയാം കേട്ടോ. അതായത് അവരുടെ രോഗവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കാര്യമല്ല, അല്ലാതെ അവർക്കുണ്ടാവുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ് വെച്ചുണ്ടാവുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ, അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വരണേ. ഓക്കെ, താങ്ക് യു.